ജനുവരി 18 മൗനി അമാവാസി കഴിഞ്ഞാൽ ജനുവരി 19 മാഘ പ്രതിപദമാണ്, ശുക്ലപക്ഷ പ്രതിപദം. അത് ആധ്യാത്മികമായിട്ടുള്ള ആന്തരിക സാധനയ്ക്ക് വളരെ വിശേഷപ്പെട്ട മാഘഗുപ്ത നവരാത്രിയുടെ ആരംഭം കൂടിയാണ്. 4 നവരാത്രികളാണ്. അത് നമ്മൾ ശാരദീയ നവരാത്രി, നമ്മളെല്ലാവരും വിജയദശമിയൊക്കെ ആയിട്ട് ആഘോഷിക്കുന്ന ഒന്ന് പ്രകട നവരാത്രി, ശ്രീരാമനവമിയൊക്കെ വരുന്ന രണ്ടാമത്തെ പ്രകട നവരാത്രി. അതിൽ ഗുപ്ത നവരാത്രി എന്ന് പറഞ്ഞിട്ട് 2 നവരാത്രികളുണ്ട് ആന്തരികമായിട്ടുള്ള സാധനയ്ക്ക്. അതിൽ വിശേഷപ്പെട്ട മാഘഗുപ്ത നവരാത്രി തുടങ്ങുന്ന ദിവസമാണ് ജനുവരി 19. അന്നാണ് മഹാമാഘ മഹോത്സവത്തിൻ്റെ ധർമ്മധ്വജാരോഹണം. അത് ദശമഹാവിദ്യകളെ സാക്ഷാത്കരിക്കുന്നതിനുള്ള സാധനയ്ക്ക് വേണ്ടിയിട്ടാണ് വളരെ വിശേഷമായിട്ട് ഈ മാഘഗുപ്ത നവരാത്രി നമ്മൾ ആചരിക്കുന്നത്. മഹാനന്ദയാണ് അതിൽ നവമിയിലെ സവിശേഷയായിട്ടുള്ള ദേവത. വിജയദശമിയിലും പിന്നെ അതിന് തുടർന്ന് വരുന്ന പൂർണിമയിൽ പാക്ഷികമായിട്ടും ആ ദേവതാനുഷ്ഠാനം പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മാഘഗുപ്ത നവരാത്രിയിലെ ഓരോ ദിവസവും നമ്മളൊരു പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്തുകൊണ്ട്, ദേവതാ ദർശനം നടത്തിക്കൊണ്ട്, സാധുസന്ത മഹാത്മാക്കളെ നമസ്കരിച്ചുകൊണ്ട്, സത്സംഗത്തിൽ ഏർപ്പെട്ടുകൊണ്ട്, ജപമാണെങ്കിലും പുരാണപാരായണമാണെങ്കിലും ഒക്കെയുള്ള ആധ്യാത്മിക സാധനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ ദിവസത്തെ ധന്യമാക്കുമ്പോൾ, ആ തിഥിയെ ധന്യമാക്കുമ്പോൾ, അതാത് ദിവസങ്ങളിൽ പ്രഭാവം ചെയ്യുന്ന ദശമഹാവിദ്യകളുടെ ഓരോ മഹാവിദ്യയുടെയും അനുഗ്രഹം, അതിൻ്റെ അനുഭൂതി, ഊർജം നമ്മിലേക്ക് പ്രസരിക്കുകയാണ്.